ഹലോ. ഇന്ന് സുന്ദരി സുന്ദരന്മാരേന്ന് വിളിക്കുന്നില്ല, കാരണം ഇന്ന് കൃഷി വിശേഷങ്ങളാണ്. ചേന കഴിഞ്ഞ വർഷത്തെ എടുത്ത് വെച്ചേക്കുകയാണ് നടാനായിട്ട്. ചാണകവും ചാരവും ഒക്കെ മുക്കി വെച്ചേക്കുകയാണ്. ചെറിയ ചേന ആയതുകൊണ്ട് പലതും മുറിച്ച് നമ്മൾ നടുന്നില്ല. മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം ഒഴിച്ച് നനച്ചിട്ടാണ് ചേന നടുന്നത്. ചേച്ചി ചേട്ടനും കൂടാണ്. പണിക്കാർക്ക് കൊടുക്കാനുള്ള കറി റെഡിയായി. കടലക്കറിയും മുട്ടക്കറിയും. മുട്ട കഴിക്കാത്തവർക്കാണ് കടലക്കറി. അപ്പം ഉണ്ടാക്കാനായിട്ടുള്ളത് ഞാൻ ആ മിക്സിയിൽ തന്നെയാണ് വയ്ക്കുന്നത്, പൊളിക്കാനും എല്ലാം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? രാവിലെയാണ് ഞാൻ മിക്സിയിൽ അപ്പം അരയ്ക്കുന്നത്. നേരത്തെ എണീറ്റ് അരച്ച് വയ്ക്കും. എന്നിട്ട് തലേദിവസം കുതുക്കാൻ വെച്ച അതേ വെള്ളത്തിലാണ് അപ്പത്തിന് അരയ്ക്കുന്നത്. കഴിഞ്ഞ തവണ ചേന നട്ട സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേ കാട് പിടിച്ചെടുക്കുന്നിടത്തും തേണ്ടി ഇവിടെ വൃത്തിയാക്കിയിട്ടേക്കുന്ന ഈ ഭാഗത്തുമാണ് ചേന നട്ടിരുന്നത്. അതിൽ 2 ചേന പറിക്കാതെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 2 കുഴി ഉണ്ടോ? അത് കിളിച്ചിട്ടില്ല. അത് എന്തെങ്കിലും ആവശ്യത്തിന് പാചകത്തിന് വേണമെങ്കിലോ എന്ന് കരുതി പറിക്കാതെ അവിടെ മണ്ണിൻ്റെ അടിയിൽ പുതയിട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ടും കിളിച്ചിട്ടൊന്നുമില്ല, ഉണങ്ങിപ്പോയിട്ടുമില്ല. 2-3 ഉണ്ടായിരുന്നു. ആവശ്യത്തിന് നമ്മൾ പറിച്ചെടുക്കും. മറ്റേത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. ചാണകവും ചാരവും ഒക്കെ മുക്കി വെച്ചേക്കുന്ന. പിന്നെ നിലം ഒരുക്കുന്നതിന് മുമ്പ് കുറച്ച് കുമ്മായപ്പൊടി വിതറുന്നത് എപ്പോഴും നല്ലതാണ്. അത് 2-3 ദിവസം ഒരാഴ്ചയെങ്കിലും കുമ്മായം വിതറി ഇട്ടിട്ട് അത് ചേന നടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ മണ്ണിനങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത മണ്ണാണ്. pH ഒക്കെ നോർമലാണ്. അപ്പം വീണ്ടും കാണാം.